നെഗറ്റീവ് പറയാനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഉണ്ടാവും. പക്ഷെ പോസിറ്റീവായിട്ടിരിക്കുക. നടക്കും നടക്കാത്തതായിട്ട് ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്യണം. നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവണം. ഒരു അഡ്വൈസ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സാധിക്കും സുഹൃത്തുക്കളെ, താങ്കളെയും കൊണ്ടും സാധിക്കും. ക്ഷമ വേണം, കാത്തിരിക്കാനുള്ള സമയവും വേണം. ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ട് വേണം. പിന്നെ ഒരു ബേസിക് കോമൺ സെൻസും നിങ്ങൾക്ക് ഉണ്ടാവണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ആ ഒരു കോടി രൂപയിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ മുഴുവനായി വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും കൂടി ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലേക്ക് കിടക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കണം, 1 കോടിയിലേക്ക് എത്തണം, എൻ്റെ ജീവിതം മെച്ചപ്പെടണം എന്നൊക്കെ എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട്. അതിനുള്ള തെളിവാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യൂസും കമൻറ്റുകളും എൻക്വയറീസും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. കാരണം ഇത് വലിയ എഫർട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരു മാസം കൃത്യമായിട്ട് മാറ്റി വെക്കാൻ കുറച്ച് ക്യാഷ് ഉണ്ടാവണം. എത്ര ക്യാഷ് ഉള്ളതൊന്നും പ്രശ്നമല്ല. അത് എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. എത്ര മാറ്റിവെക്കാൻ പറ്റുമെന്നുള്ളത് പോലും ഞാൻ പറയുന്നു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. 1 ലക്ഷം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവും, 50,000 രൂപ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവും, 10,000 ആയിരിക്കും, ചിലപ്പോൾ 5,000 ആയിരിക്കും, ചിലപ്പോൾ 3,000 ആയിരിക്കും നിങ്ങൾക്ക് ഒരു മാസം മാറ്റിവെക്കാൻ സാധിക്കും. പക്ഷെ മാറ്റിവെക്കുക എന്നുള്ള വലിയ ഡിസിഷൻ ഉണ്ടല്ലോ, ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അത് ഏറ്റവും താഴെയുള്ള ഒരു 5,000 രൂപയെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ അവിടുന്ന് തുടങ്ങാം. കാരണം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടണം. കാശുള്ളതിന് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ അല്ലേ? അപ്പോൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ 2 പോയിന്റും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾക്കൊരു 5,000 റുപ്പീസ് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു 25 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ആ 1 കോടി രൂപയിൽ വളരെ സിമ്പിളായിട്ട് എത്തിക്കാൻ സാധിക്കുന്നു. കൃത്യമായ കാൽക്കുലേഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ 5,000 റുപ്പീസ് വെച്ച് SIP വഴി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓരോ മാസവും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നു. അത് ഓരോ മാസവും കൃത്യമായി ഡെബിറ്റ് ആകുന്നു. അങ്ങനെ അടുത്ത 25 വർഷം, അതായത് 25ാമത്തെ വർഷം, ഒരു 25ാമത്തെ വയസ്സിലെ പ്രവാസിയായ ഒരു യുവാവ് അവൻ പോലും അറിയാതെ 50 വയസ്സാകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടാവും. അതാണ് 5,000 രൂപ വെച്ച് മാറ്റിവെച്ചാൽ ഉള്ള സമയം. അതായത് 25 വർഷമെങ്കിലും കുറഞ്ഞെടുക്കും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു 10,000 റുപ്പീസ് എനിക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ എത്ര വർഷം കൊണ്ട് നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾക്ക് 10,000 റുപ്പീസ് മാറ്റിവെക്കാൻ സാധിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 20ാമത്തെ വർഷം ആ 1 കോടിയിൽ എത്താൻ സാധിക്കും. അപ്പോൾ 5,000 റുപ്പീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് 25 വർഷം എടുത്തപ്പോൾ 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് 20 വർഷം കൊണ്ട് ആ 1 കോടി എന്നുള്ള സംഖ്യയിലെത്താൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്ത ആളില്ലേ, അദ്ദേഹത്തിന് തോന്നുകയാണ് ഒരു 5 വർഷം കൂടി ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത 25ാമത്തെ വർഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 1.90 crore ഉണ്ടാവും. അത് ഏകദേശം 2 കോടിക്ക് അടുത്തെത്തി. അതായത് ആദ്യത്തെ കോടി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് 20 വർഷം എടുത്തെങ്കിൽ 2ാമത്തെ കോടിയിലേക്ക് പോകുമ്പോൾ 5 വർഷമേ എടുത്തുള്ളൂ. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു മാജിക് ആണ്. ഇനിയും അത് വളരെ 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 ഫാസ്റ്റ് ആയിട്ട് മണി ഗ്രോ. കാരണം നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും അത് വലിയ രീതിയിൽ ഗ്രോ ആവും. അതുകൊണ്ട് ആദ്യത്തെ 1 കോടി എത്താൻ നിങ്ങൾക്ക് 20 വർഷം എടുത്തെങ്കിൽ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 1 കോടിയിൽ എത്താൻ വെറും 5 വർഷം ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊരു 25,000 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് 1 കോടിയിൽ എത്താൻ പറ്റുമോ നോക്കാം. 25,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ മാസവും കൃത്യമായി SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ 14ാമത്തെ വർഷം ആ 1 കോടിയിൽ എത്താൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ 25,000 അല്ല, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 50,000 ആണെന്ന് വെച്ചോളൂ. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ 1 കോടി രൂപയിൽ എത്താൻ എത്ര നാളെടുക്കുമെന്ന് നോക്കാം. 50,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് 10 വർഷം കൊണ്ട് 1 കോടി രൂപയിൽ എത്താൻ സാധിക്കുന്നു. നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ CAGR 12% പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ 10 വർഷത്തിനിടയിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് 12% തരുമെന്നല്ല അതിനർത്ഥം ഒരു ആവറേജ് റിട്ടേൺ ആണ്. കഴിഞ്ഞ ഒരു 10, 30, 40 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് ഹിസ്റ്ററി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് ലോങ് ടൈം റിട്ടേൺ ആണ് 12% എന്ന് പറയുന്നത്. ഏറ്റവും കുറവാണ്, ഏറ്റവും കുറഞ്ഞ റിട്ടേൺ. ഇതിൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്നവരാണ് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള ആളുകൾ. പക്ഷേ ഡിപ്പെൻഡ് അപ്പോൾ മാർക്കറ്റാണ്. ചില വർഷം 30% റിട്ടേൺ കിട്ടുന്നുണ്ടാവും, ചില വർഷം 5% ആയിരിക്കും, നെക്സ്റ്റ് ഇയർ 25% ആയിരിക്കും. അങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുക. ഇപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർക്ക് അറിയാം അവരുടെ അക്കൗണ്ട്, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് CAGR ഒക്കെ നോക്കുമ്പോൾ ഒരു 5% ആയിരിക്കും. ഒരു കഴിഞ്ഞൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചു. പക്ഷേ ഒരു 3-4 വർഷം മുമ്പാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചെങ്കിൽ ഉറപ്പായിട്ട് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% മുകളിൽ ഉണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 50,000 നോക്കി നമുക്കിനി 1 ലക്ഷം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എത്ര വർഷം കൊണ്ട് 1 കോടിയിലെത്താൻ പറ്റുമെന്ന് കൂടി നോക്കാം. 1 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് 6 വർഷം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വലിയ പീരീഡിലെത്താൻ സാധിക്കുന്നു. അപ്പോൾ 6 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് ടൈം പീരീഡാണ്. ഷോർട്ട് ടൈം പീരീഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഫണ്ട് സെലക്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നല്ലൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രമേ ഈ ഷോർട്ട് ടൈം പീരീഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാവൂ. മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലോങ് ടൈം ഗെയിൻ ആണ്, ലോങ് ടൈമിലാണ് സക്സസ്ഫുൾ ആവുന്നത്. പക്ഷേ നല്ലതായിട്ട് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഷോർട്ട് ടൈം പീരീഡിലും വെൽത്ത് ഗെയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നല്ല ഫണ്ടായിരിക്കണം. നിങ്ങൾ മാർക്കറ്റിനെ അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യണം. ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഒരു 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നും എത്ര നാൾ എടുക്കും നമുക്ക് 1 കോടിയിൽ എത്താൻ പറ്റുന്നെന്ന് കൂടി നോക്കാം. 2 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ 1 കോടിയിൽ എത്താൻ സാധിക്കും. 4 വർഷം എന്നുള്ളത് ഒരു ഷോർട്ട് ടൈം പീരീഡ് ആണ്. അവിടെയും നമ്മൾ തീർച്ചയായിട്ടും ഒരു അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചാൽ മതി. 4 വർഷം ഉണ്ടെങ്കിൽ നമുക്കൊരു 10% റിട്ടേൺ കിട്ടുന്ന നല്ല ബാലൻസ്ഡ് ഫണ്ടും ഹൈബ്രിഡ് ഫണ്ടും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഫണ്ടിലേക്ക് പോയാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് 4 വർഷം കൊണ്ട് 1 കോടി രൂപയിൽ എത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ 1 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും എന്നെയും കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 5,000 റുപ്പീസ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ പീരീഡ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടൈം പീരീഡിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്താൽ നിങ്ങൾക്കും 1 കോടി രൂപ 5 വർഷം കൊണ്ടും 4 വർഷം കൊണ്ടും എത്താൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ള ചിന്തയല്ല, ആദ്യം വേണ്ടത് മൈൻഡാണ്. ആ മൈൻഡ് ക്ലിയർ ആക്കുക, ഞാനും എത്തും എന്നുള്ള ശുഭ പ്രതീക്ഷ എടുക്കുക. നെഗറ്റീവ് പറയാനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഉണ്ടാവും. പക്ഷെ പോസിറ്റീവായിട്ടിരിക്കുക. നടക്കും നടക്കാത്തതായിട്ട് ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്യണം. നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവണം. ഒരു അഡ്വൈസ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്കും താഴെയുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം. ഇതൊരു ഞങ്ങളുടെ കൂടെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാനുമുള്ള ഫുൾ ഗൈഡൻസ് ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് താഴെ അങ്ങനെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, 1 കോടി എന്നുള്ളത് നിങ്ങളെ കൊണ്ടും പറ്റും. മനസ്സ് വെക്കുക, ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക. താങ്ക് യു.